വീഡിയോ ചൂണ്ട എങ്ങനെയാണ് കെട്ടുന്നതെന്നാണ്. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു വെയിറ്റ് വേണം, നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിലെ ചൂണ്ട വേണം, 2 ചെറിയ പീസ് ടങ്കീസ് വേണം, വെള്ള കളർ ടങ്കീസാണ് കേട്ടോ. പിന്നെ അതിലും കുറച്ച് നല്ല നീളമുള്ള ഒരു പീസ് ടങ്കീസ് കൂടി വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണിത് കെട്ടുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഒരു ചൂണ്ടയുടെ അറ്റം കണ്ടോ, ഈ ഒരു പരന്ന ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ ടങ്കീസ്, യൂഷ്വലി എല്ലാവരും ചൂണ്ടയിടുന്നവർ എങ്ങനെയാണ് കെട്ടുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. പപ്പയാണ് ഇന്ന് ചൂണ്ട കെട്ടുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ടങ്കീസ് എടുത്തിട്ട് ഒരു റാ ഷേപ്പിൽ വളച്ചിട്ട് ആ ചൂണ്ടയുടെ നേരെ ലെവലിൽ വെക്കുക. ഒന്നുകൂടി കാണിച്ചു തരാം. ഒരു റാ ഷേപ്പിൽ അങ്ങനെ വളയ്ക്കുക. എന്നിട്ട് ആ ഒരു എൻഡിൻ്റെ അടുത്ത് വെച്ചിട്ട് ആ ചെറിയ പീസ് ഉണ്ടല്ലോ, ആ ചെറിയ പീസ് ആ ലോങ് ആയിട്ടുള്ള പീസിനെയും ചൂണ്ടേനെയും ചേർത്ത് ഒരു 6 തവണ നമ്മൾ ചുറ്റണം. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ ചുറ്റിയതിന് ശേഷം ആ ഒരു ടിപ്പ് നമ്മുടെ ആദ്യം ഒരു റാ പോലെ ഷേപ്പാക്കിയില്ലേ, അതിനുള്ളിലൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കണം. എന്നിട്ടത് വലിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചൂണ്ട കെട്ടുന്ന സമയത്ത് നമ്മൾ വളരെ വളരെ കെയർഫുള്ളായിരിക്കണം. ഇത് ഭയങ്കര അപകടകരമായിട്ടുള്ള ഒരു ടൂളാണ് കേട്ടോ, മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ചൂണ്ട. എന്നിട്ട് നമ്മൾ ആ കെട്ടിയിരിക്കുന്ന ആ എൻഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അത്രയും ഒരു പെർഫെക്റ്റായിട്ടായിരിക്കണം നമ്മൾ ചൂണ്ട കെട്ടി വെക്കുന്നത്. ഈ ചൂണ്ട കെട്ടുന്നതിന് പറയുന്ന കോമൺ ആയിട്ട് ഇവിടെ പറയുന്നത് ചൂണ്ട പന്തുന്നു എന്നാണ്. ഇപ്പോൾ ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട്. ഇനി ഇത് പലരും വായിൽ വെച്ചിട്ട് കടിച്ച് വലിക്കുന്നതാണ് എല്ലാവരുടെയും ഒരു ശീലം. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ആ കുളത്തിൻ്റെ അറ്റത്ത് ഉള്ള ആ ഒരു ഹോളിലേക്ക് ഇട്ടിട്ട് ചൂണ്ട നന്നായിട്ട് വലിച്ചു മുറുക്കുക. വലിച്ചു മുറുക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ, അത് കയ്യിൽ നിന്ന് തെന്നിയൊന്നും പോകരുത്. ഇപ്പോൾ ചൂണ്ട ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇനി ഒരെണ്ണവും കൂടെ പപ്പ കെട്ടി കാണിച്ചു തരും. അപ്പോൾ എങ്ങനെയായിരിക്കും ചൂണ്ട നിൽക്കുക. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ വെള്ളത്തിലിട്ടാലും നേരെ തന്നെ നിൽക്കും. ഇനി ഒരു ചൂണ്ടയും കൂടെ ഒന്ന് കെട്ടി കാണിച്ചു തരാം. അടുത്തത് എങ്ങനെയാണ് വെയിറ്റ് കെട്ടുന്നതെന്നാണ്. ഒരു ടങ്കീസിൻ്റെ അറ്റം, നമ്മുടെ വലിയ ടങ്കീസിൻ്റെ അറ്റമാണ് കേട്ടോ, 2 ചുറ്റ് ആ ഹോളിലൂടെ ചുറ്റിയിട്ടെടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് സാധാരണ ഒരു രീതിയിൽ ഒരു വളച്ചെടുക്കണം. വളച്ചെടുത്തിട്ട് അതിനുള്ളിലൂടെ ആ ടങ്കീസിൻ്റെ അറ്റം പുറത്തേക്ക് എടുക്കണം. ഇപ്പം ആ 2 അറ്റവും നമ്മൾ എടുത്തിട്ട് അവിടെ ഒരു കെട്ടായിട്ടുണ്ട്, നന്നായിട്ടൊരു കെട്ട് വീണിട്ടുണ്ട്. ഇനി അത് 2 തവണ ആ കെട്ടിൻ്റെ താഴേക്ക് വെച്ചിട്ട്, കെട്ടിന് തൊട്ട് താഴെ വെച്ചിട്ട് നമ്മുടെ സാധാ രീതിയിലുള്ള ഒരു ഊരുകെട്ട് വലിയ ടങ്കീസ് വെച്ചിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഓടില്ലെന്നാണ് പറയുന്നത്. അതായത് ആ വെയിറ്റ് ആ ടങ്കീസിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവില്ല. അപ്പോൾ അങ്ങനെ കിടന്നോളും. ഇനി അതിൻ്റെ അറ്റത്തുള്ള ആ ഒരു ചെറിയ പീസ് കട്ട് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ഇട്ടാൽ ഇങ്ങനെ നിന്നോളും. ഇനി അടുത്തത് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ചൂണ്ട ഇതിൽ കെട്ടിക്കൊടുക്കാം.
അതിന് ഇങ്ങനെയാണ് കേട്ടോ മെഷർമെൻ്റ് എടുക്കുന്നത്. വെയിറ്റ് താഴെ ആ ഒരു ലെവലിൽ നിൽക്കണം, അതിന് മുകളിൽ വേണം ചൂണ്ട നിൽക്കാൻ. ഇപ്പോൾ പപ്പ പിടിച്ചിരിക്കുന്ന ആ ഒരു സ്പോട്ടിലാണ് ചൂണ്ട കെട്ടുന്നത്. അതിനാ നീളമുള്ള ടങ്കീസ് ഇങ്ങനെ ഒന്ന് വളച്ചെടുത്തിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ചൂണ്ടയുടെ ടങ്കീസ് കയറ്റും. എന്നിട്ട് അതൊന്ന് കറക്കി എടുത്തിട്ട് ആ ടങ്കീസ് വീണ്ടും ആ റൗണ്ടിനുള്ളിലേക്ക് കയറ്റി തിരിച്ച് പിടിച്ചിട്ട് വലിച്ചു മുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും കൂടെ കാണിച്ചു തരാം. റൗണ്ടാക്കിയിട്ട് അതിങ്ങനെ ഒരു കറക്കും. എന്നിട്ട് അതിന് ആ ഒരു എൻഡുണ്ടല്ലോ നമ്മൾ കെട്ടിയ ചൂണ്ടയിടാം, അത് അതിനുള്ളിലൂടെ ഒന്നുകൂടെ എടുത്തിട്ട് അത് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കെട്ടണം. നമ്മൾ സാധാ രീതിയിൽ കെട്ടുന്ന കെട്ടല്ല ചൂണ്ടയൊക്കെ കെട്ടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാരണം അത് പെട്ടെന്നല്ലെങ്കിൽ പൊട്ടിപ്പോവും. നല്ല വലിയ മീനൊക്കെയാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു 10ൻ്റെ ചൂണ്ടയിൽ അത്യാവശ്യം വലിയ ചെമ്പല്ലിയൊക്കെ പിടിക്കും. ഓരോ മീനിൻ്റെ സൈസ് അനുസരിച്ചാണ് ചൂണ്ടയുടെ സൈസും സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം ഒരു ഊരുകെട്ടും കൂടെ ഒക്കെ ഇട്ടിട്ട് അത് അവസാനത്തെ ഒരു കെട്ടിന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടൊരു ഊരുകെട്ടും കൂടെ ഒക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് വലിച്ച് മുറുക്കി ടൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ ചൂണ്ട നമ്മൾ കെട്ടി. ഇനി അടുത്ത ചൂണ്ടയും അതിൻ്റെ മുകളിലാണ് കേട്ടോ കെട്ടുന്നത്. ആ എൻഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കണം നന്നായിട്ട്. ഇപ്പോൾ വെയിറ്റും ഒരു ചൂണ്ടയുമായി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ചൂണ്ട കൂടി കെട്ടി കൊടുക്കണം. 2 ചൂണ്ടയാണ് യൂഷ്വലി ഇടുന്നത്. കാരണം ഒരു ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ മീൻ പിടിക്കുമെങ്കിലും നമുക്ക് ഒരുപാട് സമയം എടുക്കും. ഇപ്പം 2 ചൂണ്ട ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 മീൻ കിട്ടും, അല്ലെങ്കിൽ ഒരു മീനായാലും കിട്ടും. അവിടെ നമ്മൾ അതേപോലെ തന്നെയുള്ളൊരു കെട്ടാണ് ഇടുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ചൂണ്ട 2 ചൂണ്ടയിലും ആ ഒരു വെയിറ്റും കൂടെ കെട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ചൂണ്ട ഉണ്ടാവുക. ഇനി അടുത്തത് ഞാൻ റോഡും റീലും ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് റീല്, ഇത് റോഡ്. വിശദമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളുമൊക്കെ യൂട്യൂബിൽ നല്ല നല്ല യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കി പഠിച്ചത് OMKV ഫിഷിങ്സ് ഉണ്ണിച്ചേട്ടൻ്റെ വീഡിയോ നോക്കിയിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ചൂണ്ട അതിലേക്ക് കെട്ടുമ്പോൾ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതിന് ആ റീല് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിനുള്ളിലേക്ക് വെച്ചിട്ട് താഴെ അവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് അങ്ങോട്ടേക്ക് മുറുക്കി കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയൊക്കെ ഒരുപാട് പേരിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് പിടിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ റോഡും റീലും ഫിഷിങ്. നല്ല ഒരു എൻ്റർടൈൻമെൻറ്റാണ് കേട്ടോ. നല്ല ഒരു നമുക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിലും ഇതൊന്ന് എറിയുന്നതൊക്കെ ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ്. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ നൂല് കണ്ടോ, ആ നൂലിന് പറയുന്ന പേര് ബ്രെയ്ഡ് എന്നാണ് കേട്ടോ. അത് ഒരുപാട് പല പല ക്വാളിറ്റിയിലുള്ള നല്ല നല്ല ക്വാളിറ്റിയിലുള്ള ഒരുപാട് നൂലുകളുണ്ട്. 1,50,000 രൂപയുടെ
വിലയുള്ള റോഡും റീലും ഉണ്ട്. ഇത് അത്രയൊന്നും വിലയുള്ളതല്ല കേട്ടോ. ഇനി ഇത് നമുക്ക് 2 പീസായിട്ടാണ് ഈ റോഡ് ഇരിക്കുക. ഇത് നമുക്കിങ്ങനെ ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്തിട്ട് ഇത് കറക്റ്റ് ലെവലിൽ വേണം നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇനി നമുക്കിതിൽ ആ ബ്രൈഡ് കൊരുക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ആ റോഡിൻ്റെ എല്ലാ ആ ഹോളുകളിലൂടെയും അതിട്ടിട്ട് ഏറ്റവും ടിപ്പ് വരെ എത്തിക്കുക. അത്യാവശ്യം പൊട്ടിപ്പോകാത്ത നല്ല ക്വാളിറ്റിയുള്ള ബ്രൈഡ് തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ചൂണ്ട ആ ബ്രൈഡിൻ്റെ അറ്റത്ത് കെട്ടിക്കൊടുക്കണം. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കെട്ടണം. നമുക്ക് സാധാ രീതിയിൽ ഊരുകെട്ടിട്ട് കെട്ടിയാലും കെട്ടാം. എങ്കിലും അത് ചൂണ്ട അതിൽ നിന്ന് ഊരി പോകാത്ത രീതിയിൽ വേണം നന്നായിട്ട് കെട്ടിക്കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ റോഡും റീലും ഹുക്കും വെയിറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ഒരു ഫിഷിംഗ് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് വെച്ചിട്ട് വീടിൻ്റെ ബാക്ക് സൈഡിൽ ചൂണ്ടയിടാൻ പറ്റും. നന്നായിട്ട് മീൻ കിട്ടുന്ന സ്ഥലമാണ്. ചെറിയ കല്ലിലെ മീനും ചെറിയ ചെമ്പല്ലിയൊക്കെ പിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്.